എൻ്റെ പേര് ശിവരാമൻ. തുമ്പരത്തി ശിവരാമൻ എന്നാണ് ജൈവകർഷകരുടെ ഇടയിൽ അറിയപ്പെടുന്നത്. ജൈവ കൃഷിയിലോട്ട് എപ്പോഴാണ് വരുന്നത്? ഞാൻ ജൈവകൃഷിക്ക് നേരിട്ട് വരുന്നത് 2004 എൻ്റെ സർവീസിൽ നിന്ന് ഞാൻ വാളണ്ടറി ടൈമിലിട്ട് വരികയും ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ നേരിട്ട് ജൈവകൃഷി ഉള്ള ആ ഒരു ലേബലിലേക്ക് വരുന്നത്. പക്ഷെ അതിനു മുമ്പ് എൻ്റെ കുട്ടിക്കാലം മുതൽ പാരൻസ് കർഷകരായിരുന്നതുകൊണ്ട് നമ്മുടെ ബ്ലഡിൽ കൃഷിയുണ്ട്. പക്ഷെ ആ കാലത്തൊന്നും ഈ രാസവളം, കീടനാശിനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ അവരവർക്ക് വേണ്ട വിത്തുകൾ അവരവർ തന്നെ ഉണക്കി സൂക്ഷിച്ച് വയ്ക്കുക, ആ വിത്തുകൾ കൃഷി ചെയ്യുക എന്നുള്ള ഒരു രീതിയായിരുന്നു അന്ന്. പിന്നെ ഞാൻ ഒരു 20 വയസ്സുള്ളപ്പോൾ എനിക്ക് മദ്രാസിലൊരു ജോലി കിട്ടി. ഞാൻ അങ്ങനെ മദ്രാസിൽ പോയി. അത് കഴിഞ്ഞ് ഞാൻ ഈ BRS ഒക്കെ എടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ നമുക്ക് പരിചയപ്പെടല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഘടന അവിടെ ഉണ്ടെന്നുള്ളതും ഇവരൊക്കെ ആയിട്ട് ഡോക്ടർ എലിസബത്തിൻ്റെ വീടിൻ്റെ അടുത്തൊരു മീറ്റിങ്ങാണ് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. ഒരു സുരേഷ് കുമാർ എന്ന് പറഞ്ഞ സുരേഷ് ബാബുവിൻ്റെ വീട്ടിലാണ് ആദ്യമായിട്ട് സമിതിയുടെ ഒരു മീറ്റിംഗ് പങ്കെടുക്കുന്നത്. അവിടെ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതായ യുണ്ണിയേട്ടൻ, ജോസ്പേട്ടൻ, ഒരു ഡോക്ടർ രാമചന്ദ്രൻ, പിന്നെ ഒരു നല്ലൊരു നെൽകർഷകൻ അരവിന്ദാക്ഷൻ മാഷ്, അങ്ങനെയുള്ള സീനിയർ ആളുകളൊക്കെ ആയിട്ട് പരിചയപ്പെടുന്നത്. അതിൽ ഇപ്പോൾ ഡോക്ടർ രാമചന്ദ്രൻ മാത്രമേ ജീവിച്ചിരിക്കുള്ളൂ. മറ്റൊരു 3 പേരും മരിച്ചുപോയി. പിന്നെ അവിടുന്ന് കുറേ ചെറുപ്പക്കാരും അന്നത്തെ ആ മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാനായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓരോ മാസവും നമ്മൾ മീറ്റിംഗ് കൂടുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ ആ മീറ്റിങ്ങുകളൊക്കെ അങ്ങനെ പോയി പങ്കെടുക്കും. അവരുടെ അറിവുകൾ, പരസ്പര അറിവുകൾ പങ്കുവയ്ക്കലാണ് അതിൽ നടക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ചെയ്യുന്ന കൃഷികളിലുള്ളതായ പ്രശ്നങ്ങൾ, അത് പരിഹരിക്കാൻ എന്താണ് മാർഗങ്ങൾ എന്നുള്ളത് അവരവരുടെ സംശയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും. പിന്നെ അവരുടെ കൃഷിയിടങ്ങൾ, ഓരോ കൃഷിയിടങ്ങളിലായിരിക്കും മീറ്റിംഗ്, അല്ലാണ്ട് ഒരു ഹാളിലോ റൂമിലോ ഒന്നല്ല. അപ്പോൾ ആ കൃഷിയിടങ്ങൾ നമ്മൾ കാണുക, അവിടുത്തെ വിളകൾ എന്താണ്, എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്തോരോരുത്തരും ചോദിച്ച് മനസ്സിലാക്കും. കൂടുതലും ഓർഗാനിക് കൃഷിയിൽ കീടങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി എന്താണ് ചെയ്യാറുള്ളത്? കീടങ്ങൾ വരാതെ നോക്കുക എന്നുള്ളതാണ്. കീടങ്ങൾ വന്ന് നമ്മൾ അവരെ നശിപ്പിക്കില്ല, ഒരിക്കലും കീടങ്ങൾ നശിപ്പിക്കില്ല. അതാണ് ആദ്യം തന്നെ ഈ നമ്മൾ ജൈവകൃഷി അല്ലാന്നുണ്ടെങ്കിൽ നാച്ചുറൽ ഫാമിംഗ് എന്നൊക്കെ പറയുമ്പോൾ മണ്ണാണ് ഇതിൻ്റെ ബേസ്. മണ്ണില്ലെങ്കിൽ നമ്മളില്ല എന്നുള്ളതാണ്. മണ്ണിൻ്റെ ആരോഗ്യം ആണ് മനുഷ്യൻ്റെ ആരോഗ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മണ്ണ് നന്നായാൽ നമ്മുടെ ആരോഗ്യം നന്നായി എന്നുള്ളതാണ്. അപ്പോൾ മണ്ണ് ആദ്യം നന്നാക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പ്രിൻസിപ്പിള്. അപ്പോൾ മണ്ണിൽ നമ്മൾ യാതൊരുവിധ വിഷാംശങ്ങളും കലരാതെ കണ്ട് മണ്ണിൻ്റെ pH ന്യൂട്രലാക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഈ രംഗത്തേക്ക് വരുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണിൻ്റെ pH നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുക. പിന്നെ മണ്ണിൻ്റെ കാർബൺ റേറ്റ്, അതുപോലെ വിളകൾക്ക് ആവശ്യമായിട്ടുള്ളതായ പ്രോട്ടീൻ, ഫാറ്റ്, നൈട്രജൻ, അങ്ങനെ ഓരോന്നും നമ്മൾ വേണ്ടതായ സപ്ലിമെൻറ്റ്സ് അത് പുറത്തുനിന്ന് കഴിയുന്നതൊന്നും കൊണ്ടുവരാതെ ഉണ്ട് നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ കീടാക്രമണം വളരെ കുറവായിരിക്കും. നമുക്ക് മണ്ണിലെ pH ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ ഒരു 6.5 to 7.5 നിൽക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. pH ഒരു 6 നിൽക്കുന്നതും 6.5 നിൽക്കുമ്പോഴുള്ളതായ മണ്ണിലത്തെ സൂക്ഷ്മജീവിയുടെ പ്രവർത്തനം വളരെ വ്യത്യാസമായിരിക്കും. ഒരു 6.5 to 7.5 ഉള്ള ഒരു കണ്ടീഷനിൽ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ആ സമയത്ത് മണ്ണിലുള്ളതായ സൂക്ഷ്മജീവികൾ വളരെയധികം നമ്മുടെ വിളകൾക്ക് വളരാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നവരായിരിക്കും. അതേസമയത്ത് ഇപ്പോൾ ഒരു 4 or 5 ഒക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികൂലമായിട്ട് പ്രവർത്തിക്കുന്നതായ ഒരുപാട് സൂക്ഷ്മജീവികൾ മണ്ണിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഈ സസ്യങ്ങളുടെ വേരുകൾക്ക് വേണ്ടതായ പോഷകങ്ങൾ വലിച്ചെടുക്കാനുള്ളതായ സാഹചര്യം ഇല്ലാതാക്കും. അപ്പോൾ ഈ pH മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നമുക്ക് വളരെയധികം സമയം കിട്ടും. അതിൽ കൂടെ തന്നെ കാർബൺ റേറ്റ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ അതിന് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മലേനെ നോക്കുന്ന പറയാം.
മലയിൽ ആരും വളമിടുന്നില്ല, നനയ്ക്കുന്നില്ല, എല്ലാ സസ്യങ്ങളും വളരും. അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മുടെ കൃഷിയിടത്തിൽ സൃഷ്ടിക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ കീടങ്ങൾ വരാതെ നമ്മൾ ആദ്യം തന്നെ മണ്ണിന് സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് നല്ല ആരോഗ്യമുള്ളൊരു അമ്മയ്ക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മണ്ണിന് നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും. അപ്പോൾ ആ സസ്യങ്ങളിൽ ഉണ്ടാകുന്നതായ വിളവുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു വെണ്ടച്ചെടി കൃഷി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വളരുന്ന ഒരു വെണ്ടയിലുണ്ടാകുന്ന വെണ്ടയ്ക്കയുടെ പോഷകഗുണമായിരിക്കില്ല നമ്മൾ ഈ രാസവളങ്ങളും കീടനാശിനി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതായ വെണ്ടയിൽ. എന്താ കാരണം വെച്ചാൽ അതിന് വേണ്ടത്ര ന്യൂട്രിയൻസ് അവിടെ കിട്ടണ്ടാവില്ല. ഇത് സ്വാഭാവികമായിട്ടും മണ്ണിൽ യാതൊരു കീടങ്ങളില്ലാതെ ഒരു വെണ്ടച്ചെടിയോ വഴുതനച്ചെടിയോ പച്ചമുളകോ വളരുന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു കുഴപ്പമുണ്ടാവില്ല. ആ ഭക്ഷ്യധാന്യത്തിന് അല്ലെങ്കിൽ പച്ചക്കറിക്ക് എന്താണ് അതിൻ്റെ ന്യൂട്രിയൻസ് നാച്ചുറലായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുതൽ കിട്ടും. അപ്പോൾ അത് നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മളുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു മരുന്ന് കഴിക്കണമെങ്കിൽ ആ മരുന്നിനുള്ള കണ്ടൻസ് എന്തായിരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. അതുപോലെ ആ പച്ചക്കറിയിൽ ഉണ്ടാവേണ്ടതായ, ഇപ്പോൾ വഴുതനങ്ങ ആണെങ്കിൽ ആ വഴുതനയിൽ ഉണ്ടായിരിക്കേണ്ടതായ പോഷകമൂല്യം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ടും നമ്മുടെ ഈ നാച്ചുറൽ ഫാമിങ് അല്ലെങ്കിൽ ജൈവകൃഷിയിൽ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണം നമ്മുടെ ശരീരത്തിൽ കിട്ടും, നമുക്ക് രോഗപ്രതിരോധ ശക്തി കിട്ടും. അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് കീടങ്ങളെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് കീടവിരക്തികൾ എന്ന് വേണമെങ്കിൽ പറയാം, അത്തരം സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് സസ്യങ്ങളെ ആധാരമാക്കിയിട്ടുള്ളതുണ്ട്, പശുവിനെ ആധാരമാക്കിയിട്ടുള്ളതുണ്ട്. അങ്ങനെ ധാരാളം കീടനിയന്ത്രണികൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അത് പറഞ്ഞതുപോലെ നമ്മളൊന്നും പുറത്തുനിന്ന് വാങ്ങിക്കാതെ നമ്മുടെ കൃഷിയിടത്തിൽ തന്നെ ഉണ്ടാവണം. ഉദാഹരണത്തിന് അതിലത്തെ ഏറ്റവും നല്ലൊരു 2-3 ചെടികൾ ഞാൻ പറയാം. എരുക്ക്. ഇപ്പോൾ നമ്മുടെ സസ്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബോറോണിൻ്റെ ഡെഫിഷ്യൻസി വരികയാണ്, ശ്രദ്ധിക്കേണ്ട തെങ്ങിലൊക്കെ പേട്ട് തന്നെ ഉണ്ടാവുന്നത് അത് ബോറോൺ ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ഈ ബോറോൺ ഡെഫിഷ്യൻസി നാച്ചുറലായിട്ട് നമ്മുടെ മണ്ണിലുണ്ട് സാധനങ്ങൾ, അതാണ് എരുക്ക്. അപ്പോൾ എരുക്ക് ചെടി നമ്മുടെ പറമ്പിൽ വെയിലിൻ്റെ അരുവത്തൊക്കെ വെച്ച് ഉപയോഗിക്കാം. അതുപോലെ നമ്മൾ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കരിനൊച്ചി, ആവണക്ക്, അങ്ങനെയൊക്കെയുള്ള സസ്യങ്ങൾ. അത്തരം സാധനങ്ങളൊക്കെ നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടാവണം. അപ്പോൾ അത് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ കഷായങ്ങൾ ഉണ്ടാക്കാം. ആ കഷായങ്ങൾ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ ഒരു 15 ദിവസം കൂടുമ്പോഴൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു കീടങ്ങളും ഇട്ട് അടുക്കില്ല. പിന്നെ ഈ കീടങ്ങളും നമ്മുടെ മനുഷ്യരെ പോലെ തന്നെയാണ്. അവർക്കും ഈ ദുർഗന്ധം ഇഷ്ടമല്ല, എരിവ് കയ്പ്പ് ഇഷ്ടമല്ല. അപ്പോൾ ഈ എരിവും കയ്പ്പും ദുർഗന്ധമുള്ളതൊക്കെ ഉള്ളതായ ഇലകളുണ്ടല്ലോ, ആ ഇലകളെ നമ്മൾ തുല്യമായിട്ട് എടുക്കുക. തുല്യമായിട്ട് എടുത്തിട്ട് അതിനെ ചെറുതായിട്ട് വെട്ടി അരിഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് ചതച്ചിട്ട് ഗോമൂത്രത്തിലോ വെള്ളത്തിലോ കലക്കി വെച്ച് അതുകൊണ്ട് നമുക്ക് ഓരോ കഷായങ്ങൾ ഉണ്ടാക്കി അതിന് നിറപ്പിച്ച് നമ്മൾ ചെടികളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരു കീടങ്ങളും എടുക്കില്ല. കാരണം ഈ ഗോമൂത്രത്തിൻ്റെ ദുർഗന്ധമുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ കരിനൊച്ചി, അതുപോലെ ഈ ഉമ്മം, ഇതിൻ്റെയൊക്കെ ഇലകൾക്ക് നമ്മൾ നേടിക്കഴിഞ്ഞാൽ ഒരു ദുർഗന്ധമുണ്ട്. ഈ ദുർഗന്ധങ്ങളുള്ളപ്പോൾ കീടങ്ങളെടുക്കില്ല. അപ്പോൾ അത്തരം സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ച് വളവും കീടനാശിനിയും കർഷകൻ തന്നെ ഉണ്ടാക്കണം. നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കരുത്. കർഷകൻ ഒരു സ്വയം പര്യാപ്തതയിൽ കൃഷി ചെയ്ത് വളവുണ്ടാക്കാനായിട്ട് പഠിക്കണം. അപ്പോൾ ഈ നാച്ചുറൽ ഫാമിങ് അല്ലെങ്കിൽ കൃഷി, ജൈവകൃഷി എന്ന് പറയുന്നത് ഒന്നും അറിയാതെ കണ്ട് ഒരാളത് എടുത്ത് ചാടിയാൽ ഫെയിലിയറായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ച് തന്നെ വേണം ഇറങ്ങാനായിട്ട്. കണ്ടമാനം രാസവളം ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുണ്ടല്ലോ, അവർക്കൊരു പക്ഷേ അല്പം ഈൽഡ് കൂടുതലുണ്ടായിരിക്കാം, അതുകൊണ്ട് അവർക്ക് വില കുറച്ച് കാണും. പക്ഷേ നമ്മുടെ ഇത് അങ്ങനെയല്ല, സസ്റ്റൈനബിളാണ്. എന്നും നമുക്ക് ഒരേ വിളവവിടെ കിട്ടും. അത് മാത്രമല്ല ഭക്ഷണം കഴിയും തോറും അവിടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. നമ്മൾ അധിക വിലയ്ക്ക് വിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പല കർഷകരും പറയുന്നത് നമുക്ക് വില കൂടുതൽ കിട്ടണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആശുപത്രിയിൽ കാശ് കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്തുകൊണ്ട് ഭക്ഷണ സാധനത്തിന് വില കൊടുത്തുകൂടാ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അത് ഒരു ന്യായമായ ചോദ്യം തന്നെയാണ്. നമുക്ക് നല്ല ഭക്ഷണം കഴിക്കുന്നു, നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് അതുകൊണ്ട് ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമില്ല, അപ്പോൾ അതൊക്കെ ലാഭമല്ല, അതുകൊണ്ട് നമുക്ക് വില കൂടുതൽ തന്നൂടെ, കർഷകനെ ആരും മാനിക്കുന്നില്ല എന്നുള്ള ആ ഒരു ഇത് പലരും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ നാച്ചുറൽ പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അധ്വാനത്തിന്
ഉള്ളതായ മൂല്യം നമുക്ക് കിട്ടണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അത് മാത്രമല്ല, ഈ വില കൂടുതൽ എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങളിലേക്ക് അത് എത്തില്ല. നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തണം എന്നുള്ളതാണ്. അതായത് അന്ന് പ്രൊഫസർ ജോൺ ജേക്കബും സി.ആർ. വർമ്മയും ദയാളനൊക്കെ പറഞ്ഞത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ സാധാരണ ജനങ്ങളിൽ എത്തണമെങ്കിൽ ന്യായമായ വിലയ്ക്ക് നമ്മൾ ഈ സാധനം മാർക്കറ്റ് ചെയ്യണം. പക്ഷേ ഇന്നും ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എന്തായിരിക്കും ഇതിന് കാരണം? ഇവർ വില കുറയ്ക്കാൻ തയ്യാറാവാത്തതാണോ? അല്ല, ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ അത്രയ്ക്കും ബോധവാന്മാരല്ല. ഒരു ചെറിയ വില കൂടുതൽ കൊടുത്താൽ പോലും ഇത് വാങ്ങിക്കാനായിട്ട് ജനങ്ങളത് ബോധവാന്മാരല്ല. ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഇപ്പം രോഗം വന്നാൽ എന്താ, നമുക്ക് ഇൻഷുറൻസ് ഉണ്ട്, അത് ക്ലെയിം ചെയ്യുക, ആസ്പത്രിക്ക് എടുത്താൽ. പക്ഷേ നമ്മുടെ സമയം പോകുന്നു, നമ്മുടെ ആരോഗ്യം പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. നമ്മുടെ പൈസ പോകുന്നു, നമ്മുടെ സമയം പോകുന്നു, അതിനെപ്പറ്റി അവർ ബോധവാന്മാരല്ല. നമുക്ക് ആരോഗ്യത്തോടെ ഇരിക്കാം, നമുക്ക് ആസ്പത്രിയിൽ പോകാതിൻ്റെ ജോലി ചെയ്ത് എന്നും സന്തോഷമായിട്ട് ഇരിക്കാം എന്നുള്ള ആ ഒരു ഇതാരും പറഞ്ഞ് മനസ്സിലാക്കുന്നുമില്ല. ഒരു 4 പേരടങ്ങുന്ന ഫാമിലി ജീവിച്ച് പോകണമെങ്കിൽ നമുക്ക് ഒരു ഏകദേശം എത്ര ഏക്കർ സ്ഥലം വേണ്ടി വരും? ഫുൾ ടൈം കൃഷിയാണെങ്കിൽ, ഓർഗാനിക് കൃഷിയാണ് ചെയ്യണമെങ്കിൽ? ഓർഗാനിക് അല്ല, ഏത് കൃഷിയാണെങ്കിലും നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ മറ്റുള്ളവരുമായിട്ട് നമ്മൾ നമ്മുടെ ജീവിതം ഒന്ന് കമ്പയർ ചെയ്യണമല്ലോ. ഒരു 4-5 ഏക്കർ ഉണ്ടെങ്കിൽ ഒരു ഫാമിലി സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ നമുക്ക് വേണ്ട അരി മാത്രം ഉൽപ്പാദിക്കാനായിട്ട് നമുക്കൊരു 50 സെൻറ്റ് സ്ഥലം മതി. 50 സെൻറ്റ് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണത്തിനുണ്ടായ അരി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. കാരണം ഇത് നമുക്കുള്ള ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാൽ പോലല്ലോ, നമുക്ക് അത്യാവശ്യം പണം കൂടി ആവശ്യമുണ്ടല്ലോ, മറ്റുള്ള ചിലവുകളുണ്ടല്ലോ നമുക്ക്. അപ്പോൾ അതിന് നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് ഭക്ഷ്യ സാധനങ്ങളല്ലെങ്കിൽ മറ്റുള്ള വിളകൾ, നാണ്യവിളകളോ അങ്ങനെ എന്തെങ്കിലുമായിട്ട് നമുക്ക് വരുമാനം കൂടെ വേണമല്ലോ. അതിനുള്ള ഭൂമിയും കൂടി നമുക്ക് ഉണ്ടായിരിക്കണം. കേരളത്തെ സംബന്ധിച്ച് നമുക്ക് ഒരു പകുതി ആളുകൾക്ക്, ഇപ്പോൾ ഒരു 3 കോടി ജനങ്ങളെന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു 1.5 കോടി ജനങ്ങൾ കൃഷിയിലോട്ട് വരികയാണെങ്കിൽ അവർക്കുള്ള സ്ഥലങ്ങളുണ്ടോ നമ്മുടെ കേരളത്തിൽ? അതില്ല. അപ്പോൾ കുറച്ചും കൂടെ കോമ്പാക്റ്റ് ആയിട്ട് തട്ട് രീതിയിലുള്ള കൃഷികൾ ചെയ്യാൻ സാധ്യമാണോ? അതൊക്കെ ചെയ്യേണ്ടതാണ് നമ്മൾ. അതായത് നമ്മൾ ടെക്നോളജി നമ്മൾ കുറേയും കൂടിയും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ നഗരപ്രദേശങ്ങളിൽ എടുക്കുകയാണെങ്കിൽ മുറ്റത്ത് നമ്മൾ ചെടിച്ചട്ടികളിലും ഗ്രോ ബാഗുകളിലും അത് ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡുകൾ ഉണ്ടാക്കിയിട്ട് ആ സ്റ്റാൻഡുകളിൽ വെച്ചിട്ട് നമുക്ക് ഒരു 6 മണിക്കൂർ നേരമെങ്കിലും സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് കിട്ടുന്ന ഒരു രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തിട്ട് അതിൽ ഉണ്ടാക്കി നമ്മൾ കൃഷി ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയും നമുക്കൊരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ടതായ വെജിറ്റബിൾസ് നമ്മൾ ഉണ്ടാക്കണം. കാരണം വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് ദിവസേന ആവശ്യമുള്ള സാധനമാണ്, അത് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ അരി ഉൽപ്പാദിപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റ് ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാനോ നമുക്ക് അതിനുള്ളതായ കൃഷിയിടങ്ങളില്ല. ഇപ്പോൾ നമ്മുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നെൽവയലുകൾ മുഴുവൻ നിരത്തിപ്പോയി. ഓരോ വികസനം വരുമ്പോഴും നഷ്ടപ്പെടുന്നത് കൃഷിഭൂമികളാണ്. അതിലും നെൽവയലുകളുടെ നടുവേ കൂടെ ഒരു റോഡ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സൈഡിലൂടെ നെൽവയലുണ്ടാവില്ല. കാരണം അവിടെ മുഴുവൻ മണ്ണിട്ട് നിരത്തി അവിടെ ഫ്ലാറ്റുകളാവും പിന്നെ പൊന്നുണ്ട്.